മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ശരിയെന്ന് തെളിഞ്ഞപ്പോൾ അപ്പോൾ കെട്ടണഞ്ഞ തീ വീണ്ടും ആളിക്കത്തിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ഈ വിളിച്ചു വരുത്തൽ നാടകങ്ങൾ. എന്നാൽ സംസ്ഥാനത്തിന് ചീഫ് സെക്രട്ടറിയും DGPയും രാജ്ഭവനിലേക്ക് പോകില്ല, അതിന് ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇരുവരും ക്ഷണിക്കാതെ അങ്ങോട്ട് പോകണ്ട എന്നാണ് സർക്കാർ തീരുമാനം. സർക്കാരിനെ അറിയിക്കാതെ വിളിച്ചു വരുത്തുന്നത് ശരിയില്ലെന്ന് മുഖ്യമന്ത്രി ശക്തമായ നിലപാടെടുക്കുമ്പോൾ ഗവർണർക്ക് തൽക്കാലത്തേക്ക് മറുപടിയില്ല. രണ്ടുപേരും രാജ്ഭവനിലേക്ക് വരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി. സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് കത്തിൽ വ്യക്തമായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി DGPയും 4 മണിക്ക് രാജ്ഭവനിൽ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നായിരുന്നു ഗവർണറുടെ ഇൻഡാസ്. എന്നാൽ ഇത് ചട്ടവിരുദ്ധ നടപടി എന്നാണ് സർക്കാരിന്റെ ആ വിലയിരുത്തൽ. അത് ശരി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും പോകേണ്ട കാര്യമില്ല, ആവശ്യമില്ലാത്ത പേരുകൾ എടുത്തു വെക്കേണ്ട എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. PV അൻവറിന്റെ ഫോൺ ചോർത്തൽ വെളിപ്പെടുത്തലിൽ സംസ്ഥാന പോലീസ് കേസെടുത്ത് അന്വേഷിക്കുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ആ വിഷയത്തിൽ ഗവർണർ എന്ത് നിലപാടെടുത്തു? ഒന്നും വേണ്ട, താനൊന്നും കേട്ടിട്ടില്ല എന്ന നിലപാട് ഗവർണർ എടുത്തത്. പക്ഷേ ഇത്രയും ഗൗരവമായ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് വായ്മൊഴി കിട്ടിയിരിക്കാനാകില്ല. 1 മാസം മുമ്പാണ് അൻവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അൻവറിനെതിരെ കേസെടുത്ത് അന്വേഷണം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ഗവർണർക്ക് ഒരു വിഷമവും ആവലാതിയുമില്ല. മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് മലപ്പുറം പരാമർശം നടത്തിയെന്ന് ഒരു പത്രത്തിൽ വാർത്ത വന്നപ്പോൾ അതിൽ കുറ്റം കണ്ടെത്താനാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. അതാണ് മുഖ്യമന്ത്രി തന്നെ ഇറങ്ങി പൊളിച്ചു കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം നടന്നതിന് എത്രയോ മുമ്പാണ് PV അൻവറിന്റെ ഫോൺ ചോർത്തൽ ആരോപണം ഉണ്ടായത്. അപ്പോഴൊന്നും ഒരു വിഷമവും ഉണ്ടാത്ത ഗവർണർ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ കയറിപ്പിടിച്ച് വിഷയമുണ്ടാക്കുകയാണ്. അതാണ് ഈ വിഷയത്തിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയും DGPയുടെയും ഗവർണർ ഇപ്പോൾ ആവശ്യപ്പെട്ടത്. അതെന്തായാലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. കാരണം PV അൻവർ ഫോൺ ചോർത്തി എന്നത് അതീവ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഗൗരവമായ കാര്യമെന്നാണ് ആദ്യം ഇതറിഞ്ഞപ്പോൾ ഗവർണർ പ്രതികരിച്ചത്. പിന്നീട് ഒരു മിണ്ടാട്ടവുമില്ല. അപ്പോഴാണ് ഈ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ പറ്റി ഒരു പരാമർശം നടത്തിയെന്ന് ഗവർണർ അറിയുന്നത്. എന്നാൽ പിന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ടിന്റെ കാര്യം. പക്ഷെ മുഖ്യമന്ത്രി ഈ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയാലെന്ന് അങ്ങനെയൊന്നും കയറി വരുന്ന ആളല്ലെന്ന് ഗവർണർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷന്മാരായ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയും ക്രമസമാധാന പാലന ചുമതലയുള്ള DGPയും നേരിട്ട് തന്നെ ഒന്ന് കാണണമെന്ന് ഗവർണർ ഉത്തരവിറക്കിയത്. പക്ഷേ അതങ്ങ് കേന്ദ്രത്തിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞതും ഔദ്യോഗികമായി കത്തെഴുതി ഗവർണർ അറിയിച്ചതും അങ്ങനെ ഒരു ചട്ടമില്ല, കീഴ്വഴക്കമില്ല, സർക്കാരിനെ അറിയിക്കാതെ ഇരുവരും ഒന്നും കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സർക്കാർ ആഭ്യന്തര വകുപ്പ് വഴി വിവരങ്ങൾ അറിയിച്ചു തരാം. അതല്ലാതെ ചീഫ് സെക്രട്ടറിയും DGPയും എന്തായാലും വന്ന് കാണുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാട്.